സംസ്ഥാനം പനിപ്പേടിയിലാണ്. വീണ്ടും പനിമരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കൊല്ലം നിലമേലിൽ 23-കാരിയായ ഗർഭിണിയാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച ഫറൂഖ് കോളേജ് ഇരുമൂളിപ്പറമ്പ് സ്വദേശി മൃദുലിന്റെ മരണം ഒരു നാടിനെ ഒന്നാകെ സങ്കടത്തിലാക്കിയിരിക്കുകയാണ്. ആ വാർത്തയും ഇന്ന് രാവിലെയാണ് പുറത്തു വന്നത്. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിരിക്കെ ഇന്നലെ രാത്രിയോടെയായിരുന്നു മരണം. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 3. എന്തായാലും പനി ഇങ്ങനെ പകർച്ചവ്യാധി അത് പടരുന്നുണ്ട്. എന്തായാലും ഒരു ജാഗ്രത അക്കാര്യത്തിൽ വേണമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിക്കുന്നുമുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു മൃദുൽ. ഇന്നലെ രാത്രി 11:30-യോടെയാണ് മരണം സ്ഥിരീകരിച്ചത്. ഫാറൂഖ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഫുട്ബോൾ ക്ലബ്ബിലുണ്ട്. ഇവിടെ കുട്ടികളായിട്ട് വളരെ സൗഹൃദം പങ്കിടുന്ന വ്യക്തിയാണ്. കൂടാതെ തന്നെ ഒരാഴ്ച മുമ്പ് ഒരു ഫുട്ബോൾ മാച്ചിൽ അവന് പ്രൈസ് നേടിയാണ്. അപ്പോൾ അത്രയും ലൈവായിട്ടുള്ള വ്യക്തിയാണ്. രാമനാട്ടുകര നഗരസഭാ പരിധിയിലെ അച്ചംകുളത്തിലാണ് മൃദുൽ കുളിച്ചത്. ഈ കുളത്തിലാണ് 12 വയസ്സുകാരൻ കുളിച്ചത്. ഈ മാസം 16, 17, 18 തീയതികളിൽ ഈ കുളത്തിൽ ഈ കുട്ടി കുളിച്ചിട്ടുണ്ട്. 16-ാം തീയതിയാണ് കൂടുതൽ സമയം ഈ കുളത്തിൽ ചെലവിട്ടത്. ഇവിടെ നിന്നാകാം വൈറസ് മൃദുലിന്റെ ശരീരത്തിലെത്തിയതെന്നാണ് നിഗമനം. രോഗലക്ഷണങ്ങൾ കണ്ടപ്പോൾ തന്നെ അച്ചംകുളത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. മിഥില ബാലൻ, 24 കോഴിക്കോട്. അതെ, ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നവരെ ഈ കുളത്തിലോ ജലാശയങ്ങളിലോ ഒക്കെ ഇറങ്ങാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലെ, മഴക്കാലം കൂടി ആയതുകൊണ്ട്. അപ്പോ പ്രവിധ അങ്ങനെ പുറത്തൊന്നും പോയില്ലല്ലോ അല്ലേ? പക്ഷേ അകലം പാലിക്കണം നമ്മള്. എന്തായാലും ആ ഒരു ജാഗ്രത നല്ലതാണ്. ഈ പറയുന്ന പോലെ പകർച്ചവ്യാധികൾ ഇങ്ങനെ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്ത് വരുന്ന സാഹചര്യത്തിൽ.